ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 12. ഭക്തിയോഗം. ശ്ലോകം 3, പേജ് നമ്പർ 634. യേ ത്വക്ഷരമനിർദ്ദേശമവ്യക്തം പര്യുപാസതേ സർവത്ര ഗമചിന്യം ച കൂടസ്ഥമചലം ധ്രുവം. ശ്ലോകം 4, പേജ് നമ്പർ 634. സംനിയമ്യേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയഃ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേ രതാഃ. പദാനുപദം. യേതു ആരാണോ സർവത്രകം സർവവ്യാപിയായും അചിന്യം അചിന്യമായും കൂടസ്ഥം മാറ്റമില്ലാത്തതായും അചലം സ്ഥിരമായും ധ്രുവം ച ഉറച്ചതും അനിർദ്ദേശ്യം നിർദ്ദേശിക്കാൻ പറ്റാത്തതായും അവ്യക്തം അവ്യക്തമായ അക്ഷരം ഇന്ദ്രിയാതീതമായതിനെ പര്യുപാസത്തെ പൂർണ്ണമായും ഉപാസിക്കുന്നു. തേ അവർ ഇന്ദ്രിയഗ്രാമം എല്ലാ ഇന്ദ്രിയങ്ങളെയും സംനിയമ്യ സംയമിച്ച് സർവത്ര സമബുദ്ധയാഃ സർവത്ര സമബുദ്ധികളായി സർവഭൂതഹിതേ സർവജീവികളുടെയും ഹിതത്തിൽ രതാഃ തത്പരന്മാരായി മാം ഏവ എന്നെ തന്നെ പ്രാപ്നുവന്തി പ്രാപിക്കുന്നു. വിവർത്തനം. എന്നാൽ ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിച്ച് എല്ലാവരിലും സമഭാവനയോടെ സർവജീവികളുടെയും നന്മയിൽ തത്പരരായിക്കൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തതും അവ്യക്തവും സർവവ്യാപ്തവും അചിന്ത്യവും സ്ഥിരവും മാറ്റമില്ലാത്തതും ഉറച്ചതും ആയതിനെ നിരപേക്ഷ തത്വത്തിൻ്റെ വ്യക്തിശൂന്യ സങ്കല്പത്തെ പൂർണ്ണമായും ഉപാസിക്കുന്നവരും ഒടുവിൽ എന്നെ തന്നെ പ്രാപിക്കുന്നു. ഭാവാർത്ഥം. പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനെ നേരിട്ട് ആരാധിക്കാതെ പരോക്ഷമായ പ്രക്രിയകളിൽ കൂടി അതേ ലക്ഷ്യത്തിലെത്താൻ പരിശ്രമിക്കുന്നവരും ഒടുവിൽ അതേ ലക്ഷ്യത്തിൽ ശ്രീകൃഷ്ണനിൽ എത്തിച്ചേരുന്നു. ജ്ഞാനി അനേകം ജന്മങ്ങൾക്കു ശേഷം സർവവും വാസുദേവൻ തന്നെ എന്നറിഞ്ഞ് എന്നെ ആശ്രയിക്കുന്നു എന്ന് കൃഷ്ണൻ പറയുന്നു.
എണ്ണമറ്റ ജനനങ്ങൾക്കു ശേഷം ജ്ഞാനം പൂർണ്ണമാകുമ്പോഴാണ് ഒരാൾ ഭഗവാൻ കൃഷ്ണന് സ്വയം സമർപ്പിക്കുന്നത്. ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ കൂടിയാണ് ഒരാൾ പരമപുരുഷനെ സമീപിക്കുന്നതെങ്കിൽ അയാൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയും സകലർക്കും സേവനം നടത്തുകയും സർവജീവികളുടെയും ക്ഷേമ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാവുകയും വേണം. പൂർണ്ണമായ സാക്ഷാത്കാരം കൃഷ്ണനെ സമീപിക്കുന്നത് കൊണ്ടേ നേടാൻ കഴിയൂ എന്നാണ് ഇതിലെ സൂചന. അത്തരത്തിലുള്ള ഒരു പൂർണ്ണമായ ആത്മാർപ്പണത്തിനു മുമ്പ് പലപ്പോഴും ഒരാൾക്ക് ഏറെ തപസ്യകൾ അനുഷ്ഠിക്കേണ്ടി വരാം. ജീവാത്മാവിൽ പരമാത്മാവിനെ ദർശിക്കുന്നതിനായി ശ്രവണം, ആസ്വാദനം, പ്രവർത്തനം, ദർശനം തുടങ്ങിയ ഇന്ദ്രിയ പ്രവർത്തനങ്ങളിൽ നിന്ന് വിരമിക്കണം. അപ്പോൾ പരമാത്മാവിൻ്റെ സാന്നിധ്യം എവിടെയുമുണ്ടെന്നു മനസ്സിലാക്കാം. അങ്ങനെ അനുഭവപ്പെട്ടാൽ പിന്നെ യാതൊരു ജീവിയോടും മത്സരമുണ്ടാവുകയില്ല. മനുഷ്യനും മൃഗത്തിനും തമ്മിൽ ഒരു വ്യത്യാസവും അവർ കൽപ്പിക്കുന്നില്ല. കാരണം പുറം ചട്ടയല്ല, ആത്മാവിനെയാണ് അവർ കാണുന്നത്. എന്നാൽ സാധാരണ ജനങ്ങൾക്ക് ഇത്തരം വ്യക്തിശൂന്യ സാക്ഷാത്കാരം വളരെ പ്രയാസമാണ്. ഹരേ കൃഷ്ണ.